ഹായ് നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അപ്പം ഞാൻ എഴുന്നേൽക്കുന്ന മുമ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉമ്മ രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് ഒരുവിധം എല്ലാം രാവിലത്തേക്കുള്ള റെഡിയാക്കി വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നെയും രാവിലെ വിളിച്ചതായിരുന്നേ, പക്ഷെ ഞാൻ ക്ഷീണം കാരണം ഞാൻ എഴുന്നേറ്റില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഒറോട്ടിയും ഇറച്ചിക്കറിയും അതേപോലെ തന്നെ കറികാച്ചതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ ഒരു ചേച്ചിയുണ്ട് കേട്ടോ. ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് ഒറോട്ടിയും ഇറച്ചിക്കറിയൊക്കെ. അപ്പോൾ രാവിലെ യാസീനൊക്കെ ഓതി ദുആക്ക ഇരുന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. നമ്മുടെ തലേന്ന് കുട്ടികൾ മൈലാഞ്ചി ഇട്ടതാണ് കേട്ടോ. ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, വരക്കാൻ അറിയുന്നവരാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. സ്റ്റെൻസിലാണ് സംഭവം, കുഴപ്പമില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആയിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ട് തന്നെ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇന്ന് പെരുന്നാളാണെന്ന് അറിഞ്ഞോണ്ട് ഒറ്റ വിളിക്ക് കുട്ടികളൊക്കെ എഴുന്നേറ്റു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ. അരി പൊറോട്ടയും തേങ്ങാപ്പാലും ബീഫ് കറിയുമാണ്. ഞങ്ങളുടെ വീട്ടിൽ പപ്പ ഉണ്ടായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിസ്കരിച്ച് വന്നാൽ ഉടൻ തന്നെ പപ്പാക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഞങ്ങളുടെ പാപ്പാനെ തന്നെയാണ് കേട്ടോ. പാപ്പ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി പള്ളിയിൽ പോകുന്നതും പള്ളിയിൽ പോയിട്ട് വന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്തു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം കുട്ടികളൊക്കെ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാവുകയാണ് കേട്ടോ. ഈ ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് എല്ലായിടവും ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരും കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇന്ന് പെരുന്നാളായത് കൊണ്ടിട്ട് പെരുന്നാപ്പൊടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ കുട്ടികളെല്ലാം റെഡിയായി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കളിക്കാനൊക്കെ പോയിട്ടോ. അതിനുശേഷം ഞങ്ങൾ പിന്നെ ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കയറി. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തു, തൻ്റെ മസാലയാക്കി എന്നിട്ട് ചോറിട്ട് ദം ചെയ്യുകയാണ്. ഈ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നമ്മൾ പലതവണ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മളിത് ദം ചെയ്യുവാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തിട്ടിടും, പിന്നെ നമ്മൾ പൈനാപ്പിളും മല്ലിയിലയും സവോളയൊക്കെ വറുത്തിട്ട് അതൊക്കെ ഇട്ടിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒരു ലെയറായിട്ട് വെച്ചിട്ട് പിന്നെ അടുത്ത ലെയറിലോട്ട് ഇതേപോലെ തന്നെ മസാലയും ചോറും പിന്നെ ഈ സെയിം സംഭവങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് എടുക്കും. നല്ല ടേസ്റ്റിയുള്ള നല്ല കിടിലൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചു കേട്ടോ. ഒരു ബിരിയാണിയുടെ സൈഡായിട്ട് നമ്മൾ ചള്ളാസോ അച്ചാറോ ഒക്കെ ആയിട്ട് എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പുറത്തോട്ടൊന്ന് പോയേ, നമ്മൾ ആലപ്പുഴയിലോട്ടൊന്ന് കുട്ടികളൊക്കെ ആയിട്ട് പോയി. കാരണം നാളെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഓഫീസൊക്കെ ഉണ്ടല്ലോ, പിന്നെ വീണ്ടും സെയിം റൂട്ടീൻ തന്നെ ആവും ഇനി. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി അങ്ങനെ കുറച്ച് നേരം കുട്ടികളുമായിട്ടൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈദ് മുബാറക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ കുട്ടികളുടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഈദ് മുബാറക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.